ഒരുപക്ഷെ ഏറ്റവും വേദനയോടെ അല്ലാതെ കേൾക്കാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് മിഹിർ അഹമ്മദിന്റെ കേസ്. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഏറ്റവും വേദനാജനകമാണ്, പേടിപ്പെടുത്തുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. രചന PM അവരുടെ അമ്മ അതിശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും അവരുടെ ലെറ്റർ അടക്കം സമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഒരുപാട് എത്തുകയൊക്കെ ചെയ്തു. ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കാര്യം എത്രമാത്രമാണ് അതിൽ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലാണ്. 26ാം നിലയിൽ നിന്നാണ് തൃപ്പൂണിത്തറയിൽ ഈ പയ്യൻ നമ്മളെ വിട്ടു പോകുന്നത്. അപ്പോൾ അത് വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇത്രയും കാലമായിട്ടും വേണ്ട രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഒന്നും സപ്പോർട്ട് കിട്ടിയില്ല. അതൊക്കെ കൊണ്ടായിരിക്കണം അച്ഛനും അമ്മയും അതിശക്തമായി അതിലിടപെട്ടത്. ബ്രൂട്ടലായ റാഗിങ് സംഭവിച്ചു. അതിനുശേഷമാണ് ഈ സ്കൂളിൽ നിന്നുള്ള നമ്മുടെ ഈ മിഹിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ആ സ്കൂളിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും നോക്കിയാൽ അറിയാം. ആ സ്കൂളുകൾക്കൊന്നും പ്രശ്നമുണ്ടെന്ന അർത്ഥത്തിലല്ല, പക്ഷേ വളരെ സീരിയസ് ആയ ഏതെങ്കിലും രീതിയിൽ ഇത്തരം സ്റ്റെപ്പുകൾ വേണം നമ്മുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യം അടക്കം. ഇപ്പൊ എനിക്കത് വീഡിയോ ചെയ്യാതിരിക്കുമ്പോൾ പോലുമേ പ്രത്യേകിച്ച് ഒരു വേദനയും വിഷമവുമാണ്. അപ്പൊ ശ്രീ രാഹുൽ ഗാന്ധിയും എനിക്ക് തോന്നുന്നു പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അതിശക്തമായി അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. 15 വയസ്സുള്ള ഈ പയ്യന്റെ മരണത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അത് ഹാർട്ട് ബ്രേക്കിംഗ്, ഹൃദയഭേദകമാണെന്ന് പറയുന്നത്. ഇതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ആരാണെങ്കിൽ നാളെ ശ്രീ നരേന്ദ്രമോദിജി അത് ശ്രദ്ധയപ്പെട്ടാൽ അദ്ദേഹവും പറയും, അല്ലെങ്കിൽ CPM-കാർ ശ്രദ്ധയപ്പെട്ടാൽ അദ്ദേഹവും പറയും. അതൊക്കെ ഒരു അവരുടെ അമ്മയുടെ അച്ഛൻ്റെ മനസ്സിലൊക്കെ ഒരു ആയുഷ്കാലം അവരുടെ മനസ്സിനെ സ്കാർ ചെയ്യുന്നതും പോറലേൽപ്പിക്കുന്നതുമാണ്. എല്ലാ ലഭ്യമായ വിവരങ്ങളും വെച്ച് മിഹിറിനെ ആരൊക്കെയോ അടിക്കുകയുണ്ടായി, വെർബലി അബ്യൂസ് ചെയ്യുകയുണ്ടായി, അൺഇമാജിനബിൾ ആയിട്ടുള്ള ഹ്യൂമിലിയേഷൻ, വാഷ്റൂമിലേക്ക് കൊണ്ടുപോയുണ്ടായി, ഈ ടോയ്ലറ്റ് സീറ്റ് ലിക്കുകയുണ്ടായി, ഈ ഇംഗ്ലീഷ് സിനിമയിലും മറ്റൊക്കെ ഈ കാണുന്നത് പോലെ അവരുടെ മുഖം ടോയ്ലറ്റിന്റെ ഫ്ലഷിലേക്ക് എടുത്തുകൊണ്ട് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞാണ്. പിന്നെ അവന്റെ സ്കിൻ കളറിന് വേണ്ടി ഇത് ചെയ്തു തുടങ്ങി അവനെ ചെയ്തു. അപ്പൊ ആ രീതിയിൽ അമ്മ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ഇടപെട്ടത് വളരെ വളരെ സത്യമാണ്. ആ ബുള്ളിയിങ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറണം. അതിനെതിരെയുള്ളൊരു മനസാക്ഷി ഉയരണം. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നമ്മുടെ മന്ത്രിമാരുടെയും ഒക്കെ ഇടപെടൽ, എനിക്ക് തോന്നുന്നു ശ്രീ പൃഥ്വിരാജ് സുകുമാരനടക്കം എല്ലാവരും, കീർത്തി സുരേഷ്, സമന്ത അടക്കം ഒരുപാട് പേര് ഇതിനെതിരെ വന്നിട്ടുണ്ട്. ഒരിക്കലും ഓർക്കുക, ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ ഏറ്റവും വേദനയും വിഷമവും സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. ആ വേദന ആ വീട്ടുകാർക്ക് മരിക്കുന്നത് വരെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഒരാൾക്ക് ഇത് പറ്റാതിരിക്കട്ടെ, നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഒരിക്കലും ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.